ഹാവ് എ നൈസ് ഡേ. ലോകത്തിൽ ഒരു മഹത്തായ സാമ്പത്തിക വിപ്ലവമാണ് വേൾഡ് ഇന്റർനാഷണൽ അവതരിപ്പിക്കുന്നത്. നിങ്ങൾക്കും അതിൻ്റെ ഭാഗമായി മാറാം. ഇവിടെ 6 പ്രൊജക്റ്റുകളാണ് നിങ്ങൾക്ക് മുമ്പിൽ സിസ്റ്റം അവതരിപ്പിക്കുന്നത്. 2015 ഈ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ഡോക്ടർ ഡാനിയൽ ജോൺസൺ എന്ന് പറയുന്ന മാത്തമാറ്റീഷ്യൻ അവതരിപ്പിക്കുന്നത്. 156 രാജ്യങ്ങളിലാണ് ഈ ഒരു സിസ്റ്റം ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സിസ്റ്റത്തിൽ 6 പ്രൊജക്റ്റുകളാണ് അവതരിപ്പിക്കുന്നത്. ഒന്ന് ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റം. രണ്ടാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് PVC മെറ്റ മൾട്ടിപർപ്പസ് NFT ടോക്കൺ പ്രോഗ്രാം. മൂന്നാമത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ. 4ാമത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഗെയിമിംഗ് പ്ലാറ്റ്ഫോം. 5ാമത്തെ പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇ-കൊമേഴ്സ്. ഈ ഒരു 6 പ്രൊജക്റ്റിന്റെ ഭാഗമായിട്ടാണ് ഒരു വ്യക്തി ഈ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ എന്താണ് ഒരു വ്യക്തിക്ക് ചെയ്യാനുള്ളത്? വളരെ പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളാണ് ഒരു വ്യക്തിക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്നത്. ഒന്ന്, റഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റും തിരഞ്ഞെടുക്കാം. റഫറൽ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലോകത്ത് നമുക്ക് എല്ലാ സബ്ജക്റ്റും റഫറൽ മാർക്കറ്റിങ്ങിന്റെ ഭാഗമായിട്ടാണ് നടന്നു പോകുന്നത്. ആളുകളെ ക്രിയേറ്റ് ചെയ്യുകയും നമ്മുടെ പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുകയും അതുമായി ബന്ധപ്പെട്ട് വരുമാനം നേടുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് റഫറൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു മേഖലയാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെന്റ് തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം റഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പണത്തെ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിന് ആ പണത്തിന്റെ മൂല്യത്തെ വർദ്ധിപ്പിക്കുവാനുള്ള കുറേ കാര്യങ്ങളാണ് ഇൻവെസ്റ്റ്മെന്റിലൂടെ ചെയ്യാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ഒരു 6 പ്രൊജക്റ്റിന്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് ഇതിലേക്ക് കടന്നു വരാൻ വേണ്ടത് സ്വന്തമായ ഒരു ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക. ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ്. ബിനാൻസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ എക്സ്ചേഞ്ചാണ്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വിലയുള്ള ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ്കോയിൻ. അതുപോലെ തന്നെ എത്തീറിയം. ഇങ്ങനെ ഈ ഏറ്റവും വലിയ അസറ്റുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് ട്രസ്റ്റ് വാലറ്റ് വഴിയാണ്. അത് ഏതൊരു വ്യക്തിക്കും അദ്ദേഹത്തിൻ്റെ ഫോൺ ഉപയോഗിച്ച് പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിന് ഒരു 12 ഫ്രേസ് അദ്ദേഹത്തിന് ലഭിക്കും. അത് വളരെ നല്ല രീതിയിൽ നിങ്ങൾ സൂക്ഷിക്കുക. കാരണം ആ ഒരു ട്രസ്റ്റ് വാലറ്റിലാണ് ഈ ഒരു പറയുന്ന പ്രോഗ്രാം നടപ്പിലാകുന്നത്. അങ്ങനെ ഒരു ട്രസ്റ്റ് വാലറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ് അടുത്ത ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്? 1000 PVC മെറ്റ വാങ്ങി നിങ്ങളൊന്ന് ഈ ട്രസ്റ്റ് വാലറ്റ് ഹോൾഡ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്ന ഏതൊരു വ്യക്തിയാണോ അദ്ദേഹത്തിന്റെ ഒരു റെഫറൽ അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചാണ് നിങ്ങൾ ഈ ഒരു സിസ്റ്റത്തിലേക്ക് കടന്നു വരേണ്ടത്. അങ്ങനെ നിങ്ങൾ കടന്നു വന്നു കഴിഞ്ഞാൽ ഈ ഒരു 6 പ്രൊജക്റ്റിന്റെ പാർട്ണറായി നിങ്ങൾ മാറുകയാണ്. അതിനുശേഷം നിങ്ങൾ കൃത്യമായി ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പഠിക്കുക. എന്താണ് നമുക്കിതിൽ ചെയ്യാനുള്ളത് എന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ലോകത്തിലെ ശക്തമായ ഒരു കാര്യമാണ് റഫറൽ മാർക്കറ്റിംഗ്. റഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഞാൻ. എന്നെ സംബന്ധിച്ച് ഒരു മാസം നല്ല രീതിയിലുള്ള വരുമാനം എനിക്ക് നേടാൻ കഴിയുന്നു. കേരളത്തിൽ ഇന്ന് ഒരു ഗവൺമെന്റ് എംപ്ലോയി നേടുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്ന ഗവൺമെന്റ് എംപ്ലോയിയേക്കാൾ വരുമാനം വാങ്ങിക്കുന്ന ഒരാളാണ് ഞാൻ. അത് ഈ ഒരു റഫറൽ മാർക്കറ്റിങ്ങിന്റെ ഏറ്റവും വലിയ ഒരു പവറാണ്. റഫറൽ മാർക്കറ്റിങ്ങിനെ കുറിച്ച് സൂചിപ്പിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് വളരെ വലിയ നെഗറ്റീവ് തോട്ടുകൾ നമ്മളിലേക്ക് വരുന്നത്. നഷ്ടങ്ങളുടെ കണക്കുകളും കഥകളും നമ്മൾ കേൾക്കേണ്ടി വരുന്നത് റഫറൽ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് ലോകത്തിൽ ഏത് റഫറൽ മാർക്കറ്റിംഗ് നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാലും അത് പരാജയപ്പെടാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സിസ്റ്റമാണ്, അല്ലെങ്കിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഉൽപ്പന്നങ്ങളാണ്, പ്രൊഡക്റ്റുകളാണ് നമുക്ക് പരാജയപ്പെടാൻ അതിൽ ഏറ്റവും വലിയ സാധ്യത ഉണ്ടാക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു പരാജയ സാധ്യതയില്ല. ഓക്കെ, കാരണം എന്ന് പറയുന്നത് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, വലിയ മാറ്റങ്ങളിലൂടെ ലോകം മുന്നോട്ട് പോകുന്ന സമയത്ത് എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഡിജിറ്റൽ അസറ്റ്, അതാണ് PVC മെറ്റ മൾട്ടിപർപ്പസ് NFT ടോക്കൺ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് അവിടെയാണ്. ഓക്കെ, ഈ ഒരു 6 പ്രൊജക്റ്റിന്റെ ഭാഗമായ ഒരു വ്യക്തി നമ്മുടെ സിസ്റ്റത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം 1000 ടോക്കൺ വാങ്ങി അദ്ദേഹത്തിന്റെ ട്രസ്റ്റ് വാലറ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമാണ്.
അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റഫറൽ മാർക്കറ്റിംഗ് ആണ് അദ്ദേഹം തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന നേട്ടം എന്താണ്? അദ്ദേഹത്തിൻ്റെ റഫറൽ അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഒരു വ്യക്തിയെ ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു തുകയുടെ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വാങ്ങിക്കുന്ന വരുമാനത്തിൻ്റെ 20% അദ്ദേഹത്തിന് റഫറൽ കമ്മീഷനായി ലഭിക്കും. ഉദാഹരണമായി ഇവിടെ നമുക്ക് 100 ഫാമിംഗ് USDT ഉപയോഗിച്ച് നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അതായത് 100 ഫാമിംഗ് USDT എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഏകദേശം 13,000 രൂപയാണ് ചെലവ് ചെയ്യുക. ആ 13,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടൊരു വ്യക്തിക്ക് ഇതിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 1000 ദിവസം 0.20 ആണ് വരുമാനം ലഭിക്കുക. 1000 ദിവസം കൊണ്ട് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത തുക നേരെ ഇരട്ടിയായി മാറും. ഇവിടെ റഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു വരുമാനം എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റ് ചെയ്ത വ്യക്തി, അതായത് 1 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹം 0.20 വെച്ച് ഡെയിലി അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു വരുമാനം എന്ന് പറയുന്നത് 200 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 200 × 30 ദിവസം അദ്ദേഹത്തിന് 6000 രൂപ ലഭിക്കും. 6000 രൂപയുടെ 20%, അതായത് 1200 രൂപയാണ് ഒരു റഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. സിസ്റ്റം ഇവിടെ 20-20 മെട്രിക്സിലാണ് പ്രോഗ്രാം അവതരിപ്പിക്കുന്നത്. ഒരു വ്യക്തിക്ക് പരമാവധി 20 പേരെയാണ് കൊണ്ടുവരേണ്ടത്. അതുപോലെ തന്നെ ഓരോ വ്യക്തി കൊണ്ടുവന്ന് അങ്ങനെ 20 പേരെ ഒരു ഡെപ്തിൽ ബിസിനസ് നടത്തും. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമുക്ക് ഓരോ ലെവലിലും, ഒന്നാമത്തെ ലെവലിൽ നിന്ന് 20% ആണെങ്കിൽ രണ്ടാമത്തെ ലെവലിൽ നിന്ന് നമുക്ക് 19% കിട്ടും, മൂന്നാമത്തെ ലെവലിൽ നിന്ന് നമുക്ക് 18% കിട്ടും. അങ്ങനെയാണ് റഫറൽ കമ്മീഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു അവസരമാണ് ഇവിടെ റഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഇൻവെസ്റ്ററായി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അദ്ദേഹത്തിന് എന്താണ് ലഭിക്കുന്നത്? ഇതേപോലെ 1 ലക്ഷം രൂപയാണ് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ അദ്ദേഹത്തിന് 0.20 ഡെയിലി അദ്ദേഹത്തിന് 200 രൂപ ലഭിക്കും. ഒരു മാസം 6000 രൂപ ലഭിക്കും. അദ്ദേഹത്തിന് 1000 ദിവസം കൊണ്ട് അദ്ദേഹത്തിന്റെ 1 ലക്ഷം രൂപ എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയായി വർദ്ധിക്കുന്നു. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പണത്തെ വർദ്ധിപ്പിക്കുവാനുള്ള മറ്റൊരു ഓപ്ഷനാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കുകയും അതിന്റെ സാധ്യതയെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്ത പണത്തെ വളരെ വലിയ രീതിയിൽ വളർത്തിയെടുക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഉദാഹരണമായി ഒരു 5 ലക്ഷം രൂപയാണ് ഒരു വ്യക്തി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 0.20 ആണ് അദ്ദേഹത്തിന് ഡെയിലി വരുമാനം ലഭിക്കുക. 0.20 മീൻസ് 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ദിവസം 1000 രൂപ വരുമാനം ലഭിക്കുന്നു. 1000 രൂപ ഒരു ദിവസം അദ്ദേഹത്തിന് വരുമാനം ലഭിക്കുകയാണെങ്കിൽ 30 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ 30,000 രൂപയാണ് ലഭിക്കുക. അദ്ദേഹം കോമ്പൗണ്ട് ചെയ്യാനാണ് തീരുമാനിച്ചത് എങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആദ്യത്തെ മാസം ഈ 30,000 രൂപ അദ്ദേഹം ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത 5 ലക്ഷം രൂപയുടെ കൂടെ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം ഓരോ മാസവും അദ്ദേഹത്തിന് കിട്ടുന്ന റിട്ടേൺ അദ്ദേഹത്തിന്റെ ക്യാപിറ്റലിന്റെ കൂടെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ക്യാപിറ്റൽ വർദ്ധിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിട്ടേൺ വർദ്ധിക്കും. നമുക്കിവിടെ എന്ത് ചെയ്യാൻ കഴിയും? ആദ്യത്തെ ഒരു മാസം ഒരു തവണയാണ് നമുക്ക് കോമ്പൗണ്ട് ചെയ്യാൻ കഴിയുന്നതെങ്കിൽ നമുക്ക് രണ്ടാമത്തെ മാസം മുതൽ 2 തവണ കോമ്പൗണ്ട് ചെയ്യാൻ കഴിയും. അതിന് കാരണം എന്ന് പറയുന്നത് നമുക്കിവിടെ 100 ഫാമിംഗ് USDT ഉപയോഗിച്ചാണ് ഇൻവെസ്റ്റ്മെന്റ് കടന്നു വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. 100 USDT എപ്പോഴാണോ നമുക്ക് നമ്മുടെ വാലറ്റിലേക്ക് വരുന്നത് അപ്പോൾ നമുക്ക് വീണ്ടും ഫാമിംഗ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു മാസം 2 തവണ 3 തവണ 4 തവണ എല്ലാ ദിവസവും ഫാമിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്കും അദ്ദേഹം ഓട്ടോമാറ്റിക്കലി മാറിക്കൊണ്ടിരിക്കും. അതാണ് കോമ്പൗണ്ടിങ്ങിന്റെ പവർ എന്ന് പറയുന്നത്. ഈ 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് വെറും കോമ്പൗണ്ടിങ്ങിലൂടെ മാത്രം അദ്ദേഹത്തിന് ഒരു 50 ലക്ഷം രൂപയെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റും. അതൊരു കണക്കാണ്. അതുപോലെ തന്നെയാണ് മറ്റൊരു അവസരം സിസ്റ്റം നിങ്ങൾക്ക് തരുന്നത് ഏർലി ബേർഡ് റിവാർഡ് ഓഫർ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഇൻവെസ്റ്ററായി കടന്നു വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ നിങ്ങൾ 2 പേരെ സിസ്റ്റത്തിലേക്ക് ജോയിൻ ചെയ്യണം. അതായത് അയാളെയും അക്കൗണ്ട് ഓപ്പൺ ആക്കിക്കണം. ഒന്നുകിൽ അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ 2 സുഹൃത്തുക്കളിലൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ സിസ്റ്റം എപ്പോഴും തരുന്നത് 0.20 ആണ് നിങ്ങൾക്ക് വരുമാനം തരുന്നത്. ഈ ഒരു പ്രോസസ്സാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു 0.70 കൂടി അധികം സിസ്റ്റം നൽകുന്നു. അങ്ങനെ നിങ്ങളുടെ മെയിൻ അക്കൗണ്ട് എന്ന് പറയുന്നത് 0.90 ആയി വർദ്ധിക്കുന്നു.
അങ്ങനെ 0.90 ആയി വർദ്ധിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണോ അത് 222 ദിവസം കൊണ്ട്, അതായത് 7 മാസം കൊണ്ട് തന്നെ നേരെ ഇരട്ടിയായി മാറും. 7 മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട വാലറ്റ് അതിന്റെ കാലാവധി അവസാനിക്കുകയും വീണ്ടും താഴെയുള്ള 2 സബ് വാലറ്റുകൾ, ഒന്നുകിൽ അത് നിങ്ങളുടെ സ്വന്തമായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടേതായിരിക്കും. 26 മാസം വീണ്ടും അത് മുന്നോട്ട് പോകും. അവിടെ നിങ്ങൾക്ക് നല്ലൊരു തുക വരുമാനമായി ലഭിക്കും. ഈ ഒരു സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്കിന്ന് ലോകത്തിൽ ലഭിക്കുന്നതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഒരു അവസരമാണ് സിസ്റ്റം മുന്നോട്ട് വെക്കുന്നത്. ഇതൊരു കമ്പനി അല്ലാത്തത് കൊണ്ട് തന്നെ ഈ സിസ്റ്റം പ്രൊമോട്ട് ചെയ്യാൻ പ്രത്യേകിച്ച് അങ്ങനെ പ്രൊമോട്ടേഴ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളിതിനെ കൃത്യമായി പഠിക്കുക, ഇതിന്റെ സാധ്യതയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം. അതിനുള്ള സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് ടെലഗ്രാം മീറ്റിങ്ങുകളുണ്ട്, ഫിസിക്കൽ മീറ്റിങ്ങുകളുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് നിങ്ങൾക്ക് മുമ്പിലുണ്ട്. നിങ്ങൾ ഒരുപാട് വീഡിയോസ് കാണുന്ന ആളുകളാണ്, മീറ്റിങ്ങുകൾ പങ്കെടുക്കുന്ന ഒരാളാണ്. ഒരു കാര്യം മാത്രം ഞാൻ 100% പറയാം. ഞാനും ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ച് മിഡിൽ ക്ലാസ് ചിന്തകളുമായി ജീവിച്ചൊരു വ്യക്തിയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുകയും പരിചയപ്പെടുകയും ചെയ്ത കാര്യങ്ങളാണ് ഞാൻ ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് 2 വർഷങ്ങൾക്ക് മുമ്പ് വരെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ വിശ്വസിക്കുന്നതും ഞാൻ കണ്ടതും. പക്ഷേ എനിക്ക് സംഭവിച്ചത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കടങ്ങളാണ് എനിക്ക് ബാക്കിയായത്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഈ ഒരു പുതിയ സാങ്കേതിക വിദ്യയെക്കുറിച്ച് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചപ്പോൾ, അതിനുവേണ്ടി ആത്മാർത്ഥമായി ഞാൻ പ്രവർത്തിച്ചപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ, ഞാൻ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത അതിൻ്റെ ഭാഗമായി എനിക്കുണ്ടായ കടങ്ങൾ ഒന്നൊന്നായി കുറഞ്ഞ് വളരെ നല്ല രീതിയിൽ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിച്ചേരാൻ എനിക്ക് കഴിഞ്ഞു. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ, പണത്തിനെക്കുറിച്ചൊരു വ്യക്തി നിങ്ങളോട് സംസാരിക്കാൻ ആരംഭിക്കുമ്പോൾ അയാളെ നിങ്ങൾ വളരെ സംശയത്തോടെ വീക്ഷിക്കുന്ന ആ ഒരു ചിന്താഗതിയിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോവുക. പണം എന്ന് പറയുന്ന സ്രോതസ് നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ പോലും അത് നമ്മളിലേക്ക് വരാനുള്ളൊരു വഴി അത് ബ്ലോക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് യഥാർത്ഥത്തിലൊരു ശരി എന്ന് പറയുന്നത്. എവിടെയാണ് നമുക്ക് ആ ഒരു തടസ്സം നേരിടുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായും ലോകത്തിലെ എല്ലാ മനുഷ്യരും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളത് എൻ്റെ ജീവിത അനുഭവമാണ്. അതുകൊണ്ട് പണത്തെക്കുറിച്ചുള്ള പോസിറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുത്തുക. പലപ്പോഴും പണത്തെക്കുറിച്ച് നിഷേധാത്മക ചിന്തകളാണ് ഏതൊരു സാധാരണക്കാരൻ്റെയും മനസ്സിൽ എന്നും ഉണ്ടാവാറുള്ളത്. മരിക്കുമ്പോൾ കൊണ്ടുപോകേണ്ടതാണോ പണം? ഒരു മനുഷ്യൻ എന്തിനാണ് ഇത്രയും കൂടുതൽ പണം? നമുക്ക് ആവശ്യത്തിന് മാത്രം പണം പോരെ? പണമില്ലെങ്കിൽ എന്താ ജീവിക്കാൻ കഴിയില്ലേ? പണം ഉണ്ടായാൽ മാത്രം ജീവിതം വളരെ സുഖകരമാകുമോ? ഈ വാദങ്ങളൊക്കെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പണത്തിന് വളരെ അത്യാവശ്യമുള്ളൊരു ഘട്ടത്തിൽ നിങ്ങൾ എത്തിച്ചേരുമ്പോൾ മുഴുവൻ ശരിയല്ല എന്ന് നമുക്ക് ഓരോ വ്യക്തിക്കും ബോധ്യമാകും. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉള്ളൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു പ്രോഗ്രാം ഏറ്റെടുക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. നിങ്ങൾക്കിവിടെ ഒരു വലിയ അവസരമാണ് തുറന്ന് വെക്കപ്പെടുന്നത്. ഏതൊരു വ്യക്തിക്കും ഈ സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കുവാൻ ഒരല്പസമയം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റി വെച്ചു കഴിഞ്ഞാൽ ഒരു വലിയ അവസരം, ആ ഒരു അവസരത്തിലൂടെ നിങ്ങൾക്ക് ഒരു കടമില്ലാത്ത ജീവിതം നിങ്ങളുടെ വരുന്ന തലമുറക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രോഗ്രാമാണ് പേൾ ബേക്ക് ഇന്റർനാഷണൽ. അതിന് നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ട് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഒരു മെസ്സേജായോ അല്ലെങ്കിൽ ഒരു കോളായോ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ ആരാണ് നിങ്ങൾക്ക് സെൻഡ് ചെയ്തു തരുന്നത് അദ്ദേഹത്തെ ധൈര്യപൂർവ്വം വിളിക്കുക. ഒരു വലിയ അവസരം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ ഷാജി കണ്ണൂർ. താങ്ക് യു.